ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മൃഗങ്ങൾ തമ്മിൽ സ്ഥാനത്തെക്കുറിച്ച് ചൂടുപിടിച്ച സംവാദം നടന്നു. തർക്കം തീർക്കാനൊരു മാർഗം കുതിര പറഞ്ഞു. നമുക്ക് മനുഷ്യൻ്റെ ഉപദേശം സ്വീകരിക്കാം. ഈ തർക്കത്തിൽ പങ്കില്ലാത്തതിനാൽ അവന് നിഷ്പക്ഷത പാലിക്കുവാൻ കഴിയും. പക്ഷെ അതിനുള്ള ബുദ്ധി അവനുണ്ടോ? പെരിഞ്ചാഴി പറഞ്ഞു. നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ശ്രേഷ്ഠ സ്വഭാവങ്ങൾ കണ്ടുപിടിക്കാൻ വാസ്തവത്തിൽ അപൂർവമായ സൂക്ഷ്മ ബുദ്ധി മനുഷ്യന് വേണ്ടിയിരിക്കുന്നു. അത് ശ്രദ്ധേയമായ കാര്യം തന്നെ, എലി പറഞ്ഞു. മുള്ളം പന്നിയും എലിയെ പിന്താങ്ങി. വേണ്ടത്ര കൂർമ്മബുദ്ധി മനുഷ്യനുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മിണ്ടാതിരിക്കൂ, കുതിര പറഞ്ഞു. സ്വപക്ഷത്ത് നന്മയുണ്ടെന്ന് തീരെ വിശ്വാസമില്ലാത്തവനാണ് എപ്പോഴും ന്യായാധിപൻ്റെ കഴിവിനെ പോലും ചോദ്യം ചെയ്യുന്നത്. ഒടുവിൽ മനുഷ്യൻ ന്യായാധിപനായി. വിചാരണയും വിധി തീർപ്പും ആരംഭിക്കുന്നതിന് മുമ്പ് സിംഹം മനുഷ്യനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്തടിസ്ഥാനത്തിലാണ് നീ ഞങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള വിധി തീർപ്പ് നടത്താൻ പോകുന്നത്? ഏതടിസ്ഥാനത്തിലാണെന്നോ? എനിക്ക് നിങ്ങൾ ഏതു തരത്തിൽ പ്രയോജനമായിരിക്കുന്നുവോ ആ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യൻ മറുപടി നൽകി. ഭേഷ്! നീരസത്തോടെ സിംഹം അലറി. അങ്ങനെയെങ്കിൽ കഴുതയ്ക്കും പുറകിലായിരിക്കുമല്ലോ എൻ്റെ സ്ഥാനം. ഹേ മനുഷ്യ, നിനക്ക് ഞങ്ങളുടെ ന്യായാധിപനായിരിക്കുവാൻ സാധിക്കില്ല. സമ്മേളനം വിട്ട് പുറത്തു പോകൂ. മനുഷ്യൻ പോയി. ആക്ഷേപസ്വരത്തിൽ പെരിഞ്ചാഴി പറഞ്ഞു, എടോ കുതിരെ, ഇപ്പോൾ കണ്ടോ, മനുഷ്യന് നമ്മുടെ ന്യായാധിപനായിരിക്കുവാൻ അർഹതയില്ലെന്ന് സിംഹവും സ്ഥാപിച്ചു. സിംഹം പറഞ്ഞു, അതിനെക്കുറിച്ച് ചിന്തിക്കും തോറും സ്ഥാനത്തിനു വേണ്ടിയുള്ള ഈ വാദം അർത്ഥശൂന്യവും നിന്ദ്യവുമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഏറ്റവും വലിയവനാണെന്നോ ചെറിയവനാണെന്നോ ഗണിച്ചുകൊള്ളുക. എനിക്കതിലൊരു ചുക്കുമില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അത് മതി. സിംഹം സമ്മേളന സ്ഥലം വിട്ടുപോയി. ബുദ്ധിമാനായ ആന, ധീരനായ കടുവ, ഗൗരവമുള്ള കരടി, കുലീനനായ കുതിര, ഇവരെല്ലാം സിംഹത്തെ പിന്തുടർന്ന് സ്ഥലം വിട്ടു. സ്വന്തം വില മനസ്സിലാക്കിയവരൊക്കെ സ്ഥലം വിട്ടപ്പോൾ രണ്ടുപേർ സമ്മേളനം മുടങ്ങിയതോർത്ത് പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നു.
അവരാരാണെന്നറിയാമോ? കുരങ്ങും കഴുതയും. നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ആരാണ് വലിയവൻ എന്ന തർക്കത്തിൻ്റെ അപസ്വരം മുഴങ്ങുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ, അയൽപക്കക്കാർക്കിടയിൽ എന്നുവേണ്ട പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോലും നമുക്ക് ഈ തർക്കത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും.